ഹായ്, ഞാൻ മനീഷ് ജോസ്, ഇൻഷുറൻസ് ഏജന്റായി വർക്ക് ചെയ്തു വരുന്നു. ബാച്ചിലറായി താമസിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാകട്ടെ, എന്തുതന്നെയായാലും ഈ പ്രൊട്ടക്ഷൻ എന്നുള്ള വേർഡ് വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ, അവരുടെ ഉന്നത വിദ്യാഭ്യാസം, അതേപോലെ അവരുടെ മാരേജ്, ഇതിനെല്ലാം നമ്മൾ വളരെ ചെറിയ തുക അടച്ചുകൊണ്ട് ആ സമയത്തേക്കുള്ള നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ എല്ലാ പേരൻസും ശ്രദ്ധിക്കാറുണ്ട്. ഇനി ബാച്ചിലറായി നിൽക്കുന്നവരാകട്ടെ, അവർക്ക് അവരുടെ ഒരു 55 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സ് ആ സമയത്തേക്ക് വരെ ഒരു പ്രൊട്ടക്ഷൻ, കാരണം അവരെയും ആശ്രയിച്ച് അവരുടെ പേരൻസ് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും സമയത്തേക്ക് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് LIC വളരെ ചെറിയ പ്രീമിയത്തിൽ 1-2 പ്ലാനുകൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരുന്നു. നമുക്ക് ടേം പ്ലാൻ അവൈലബിൾ ആണ്. പക്ഷേ ടേം പ്ലാൻ എടുക്കുമ്പോഴുള്ള ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും സമയത്തേക്ക് നമ്മൾ അതിലേക്ക് അടയ്ക്കുന്ന പൈസ നമ്മൾക്ക് റീഫണ്ടായിട്ട് തിരിച്ചു വരുന്നില്ല. അത്രയും പൈസ നമ്മളുടെ വേസ്റ്റായി പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാനുകളിൽ നമ്മൾ ആ അടയ്ക്കുന്ന പ്രീമിയം നമ്മൾക്ക് ആ സമയം വരെ ഒന്നും തന്നെ സംഭവിച്ചില്ല, അതായത് ഒരു അനിശ്ചിതത്വം, ഒരു മരണം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ആ പൈസ LIC തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ കണക്ട് ചെയ്യുന്നത് നമ്മളുടെ കൊച്ചുമക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു മാരേജിന്റെ ആവശ്യ സമയത്തേക്ക് നമ്മളൊരു 18 വർഷം കണക്കാക്കിക്കൊണ്ട് ഒരു പ്ലാൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം വരെ എത്തുമ്പോൾ അതിന്റെ ഫുൾ എമൗണ്ട് നമുക്ക് മേടിക്കാം. ഇനി അതിന്റെ ഇടയിൽ വെച്ച് ഈ പാരന്റിന് എന്തെങ്കിലും ഒരു മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 18 വർഷം ഒരു നിശ്ചിത തുക LIC അവരുടെ കുടുംബത്തിന് നൽകുകയും ആ സമയം വരുമ്പോൾ ഇതിന്റെ ഫുൾ എമൗണ്ട്, അതായത് ആ ഇൻഷുറൻസ് എമൗണ്ട് എത്രയുണ്ടോ ആ ഫുൾ എമൗണ്ട് ആ വീട്ടിലേക്ക് കൊടുക്കുകയും ആ കുട്ടിയുടെ ഒന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ മാരേജ് ഇത് ആ സമയത്ത് നടക്കും. അപ്പോൾ ഞാൻ വളരെ ലളിതമായി നിങ്ങളുടെ അടുത്ത് ഒരു അഭ്യർത്ഥന എന്നുള്ള പോലെ ഞാൻ പറയുന്നു, ചേർത്ത് പിടിക്കാൻ നമ്മളില്ലാത്തൊരു കാലഘട്ടം വരുമ്പോൾ അത് LIC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആ കാര്യം കൃത്യമായി നിർവഹിക്കും. അപ്പോൾ ഇന്ന് തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി കണക്കിലെടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ പദ്ധതിയിൽ അംഗമാകാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുക. ഞാൻ മനീഷ് ജോസ്.